ഹൈ ഫ്രണ്ട്സ് എന്ന് പറയാൻ പോകുന്നത് കോണ്ടിനെൻ്റൽ കോഫിയെ കുറിച്ചിട്ടാണ്. മിക്ക കോഫികളും പോലെ കോണ്ടിനെൻ്റൽ കോഫിയും മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കോഫി ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ്. ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യും. മിതമായിട്ട് കോഫി കഴിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും പാർക്കിൻസൺസ്, അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. കോഫിക്ക് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും പ്രമേഹ സാധ്യതയൊക്കെ വളരെയധികം കുറയ്ക്കാനും സഹായിക്കാൻ കഴിയും. പ്രമേഹമുള്ളവർ കോഫി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. 1-2 കോഫി കുടിക്കുന്നത് പൊതുവെ സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ബ്ലഡ് ഷുഗർ ലെവൽ ദൈനംദിനം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പ്രമേഹമുള്ളവർ കോണ്ടിനെൻ്റൽ കോഫി ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര ചേർക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള വ്യക്തികൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ മോശമാണോ എന്ന് അവർ പതിവായി യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടെ കുടിക്കുന്നുണ്ടോ എന്നതിനൊക്കെ ആശ്രയിച്ചിട്ടാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ കാര്യമായ നെഗറ്റീവ് പ്രഭാവം ഉണ്ടാകണമെന്നില്ല. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ് കോഫിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ നൽകിയേക്കാം. BP രോഗികൾ രക്തസമ്മർദ്ദം പതിവായി നിരീക്ഷിക്കുകയും കോഫി ഉപയോഗം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോഫിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്തുന്നു. ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ പതിവായി കോഫി കുടിക്കുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്, ദഹന പ്രശ്നങ്ങൾ, വർദ്ധിച്ച രക്തസമ്മർദ്ദം, തലവേദന എന്നിവ ഉണ്ടാകാനൊക്കെ ചാൻസസ് കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പ്രൊഡക്റ്റ് ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്.